ഏയ് മോളെ, കുട്ടികളൊക്കെ എന്താക്കണ്? ആണോ? അമ്മായിമ്മനോട് പോയി പണി വെക്കാൻ പറ്റില്ല. നല്ല അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഒരു പണി എടുത്തോട്ടാ തള്ള പണി. അങ്ങനെ പറ്റൂലല്ലോ. ഈ അങ്ങനെ പണിയെടുക്കാനും നിൽക്കണ്ട. ഈ അവിടെ കുത്തിരിഞ്ഞോണ്ടി. എന്താണെന്നാ എന്താ ആ തള്ളക്കറിയില്ലേ വെക്കാനും ഉണ്ടാക്കാനും ഒക്കെ? ഈ മുണ്ടാതിരുന്നോണ്ടി മോളെ. ഈ ഒരു പണിയെടുക്കാൻ നിൽക്കണ്ട. നല്ല കഥ. ഈ എപ്പോഴാ അങ്ങോട്ടൊന്ന് വരുന്നത്? എനിക്ക് ഇന്നെ കാണുമൊന്നും വേണ്ട മോളെ. ഞാൻ അങ്ങോട്ട് വരുന്നേക്കാൾ നല്ല ഇങ്ങോട്ട് വാ. ഇവിടെ കുറച്ച് സാധനമൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കും ഞങ്ങൾക്ക് കൊണ്ടുപോവാൻ. ഈ മക്കളെയും കൂട്ടി ഇങ്ങോട്ട് പോര്. രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവാലോ. ഇവിടെ ലൈറ്റിങ്ങൾ അങ്ങനെ തിന്നണ്ട. എന്താണെന്നാ അത്? ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഈ വേഗം വാ. നാളെ വരുമോ? ഞാൻ അങ്ങോട്ട് വരണ്ട വിചാരിച്ചിട്ടാ. ഓളമ്മ അങ്ങനെ ഇവിടേക്ക് വരണ്ട. അതിനോണ്ട് എന്നാണ് ഞാൻ എന്താണ് ഓളെ തള്ളല്ലേ എന്തൊക്കെയോ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് ഒരുപാട് സാധനമുണ്ട് ഇവിടെ. ഈ വന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ വരുമോ? ആയിക്കോട്ടെ. എന്നാൽ മറന്നു പോല്ലേട്ടോ മോളെ. എമ്പാടും സാധനമുണ്ട്. കുറച്ചങ്ങോട്ട് കൊണ്ടേക്കോ. എനിക്കും മക്കൾക്കൊക്കെ തിന്നാം. പണിയെടുക്കരുത് കേട്ടോ. ഒരു പണിയെടുക്കരുത്. ആ തള്ളനെ കൊണ്ട് എന്നെ പണിയെടുപ്പിച്ചോ. ഈ പണിയെടുക്കേ ചെയ്യണ്ട. ഞാൻ പറയണത് ഈ കേൾക്കുന്നുണ്ടോ? എനിക്ക് അതാ അറിയേണ്ടത്. ഒരു പണിയെടുക്കണ്ട. മുണ്ടാതെ അവിടെ കുത്തിരിഞ്ഞോണ്ടി. തള്ള എടുത്തോട്ടെ വേണമെങ്കിൽ. തള്ളൻ്റെ മോൻ്റെ മക്കളല്ലേ, വേണമെങ്കിൽ എടുത്തോട്ടെ. ഈ മുണ്ടാ അവിടെ കുത്തിരിക്കാൻ നോക്ക്. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പോയി എടുത്ത് തിന്നോണ്ടി. ഈ ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോ? ഈ മനക്കെട്ട് അടുക്കളയിൽ പോയി പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട. മുണ്ടാ അവിടെ കുത്തിരിക്കാൻ നോക്ക്. വേറെ പണിയൊന്നുമില്ല. ഇതാണെന്നാ എൻ്റെ മോളെ കയ്യും കാലൊക്കെ നല്ല ചൊറുക്കുള്ള കയ്യും കാലും ആക്കെ ഒന്ന് കേടുവരുത്തണ്ട. എൻ്റെ മോള് നല്ല മോളായിട്ട് അവിടെ ഇരുന്നോ. എന്തൊക്കെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ പോയി എടുത്ത് തിന്നോണ്ടി. നാളെ പോരിട്ടോ മോളെ. എന്നാൽ മറന്നുകൊണ്ട. ഈ എവിടെ അന്നെ ഞാൻ കുറേ നേരമല്ലേ വിളിക്കുന്ന ഒരു 1/2 ഗ്ലാസ് ചായ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പണി മുഴുവൻ കഴിഞ്ഞാലേ എനിക്ക് ചായയും വെള്ളം തരുള്ളൂ. എന്തോ ഒരുത്തിയാണ്. കുറേ നേരമായി മോളെ ഞാൻ ലേസം വെള്ളം ചോദിക്കുന്നത്. ചായ ആക്കിയിട്ടോ ബൂസ്റ്റ് ലേസം ഇട്ടിട്ട് ഒന്ന് കലക്കി ലേസം പാലും പറന്ന് കൊണ്ടുപോയി തന്നൂടെ. മക്കൾക്കൊക്കെ പാല് പറന്ന് ബൂസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇൻ്റെ തട വെക്കുക. ഞാൻ പോയി എടുത്ത് കുടിച്ചോളണം. ഇതാന്ന് പറഞ്ഞ് കൊണ്ടുപോയി തരുന്നില്ല. കുറേ നേരമായി ഞാൻ നോക്കണത്. നേരത്തെ ഞാനൊരു ഗ്ലാസ് കുടിച്ചീനി. അത് നേരത്തെ കുടിച്ചല്ലേ. അപ്പം എന്നോട് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ കൊയങ്ങിയില്ല മോളെ. അതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ എന്താ അവിടെ നിന്ന് നോക്കണേ? ഇങ്ങക്കല്ലമ്മ ഞാൻ കുറച്ചു നേരം ബൂസ്റ്റൊക്കെ കൊണ്ടുപോയി തന്നത്. നിങ്ങൾ കുടിക്കുകയും ചെയ്തിക്കണല്ലോ. പിന്നെന്താ വേണമെങ്കിൽ തരാം. ഞാൻ ഇനിയും ഉണ്ട് ഇവിടെ ലേശം കൂടെ. വേണോ നിങ്ങൾക്ക്? കൊണ്ടുപോയി തരാം. പിന്നെ തീരെ നമ്മൾ ഞാൻ നോക്കാത്ത മാതിരിയുള്ള വർത്താനം എന്തിനാ നിങ്ങളെ മോളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത്? എന്തിനാണ് അതങ്ങനെ പറയണത്? ഞാൻ എന്താ നിങ്ങളോട് ചെയ്യുന്നത്? എല്ലാ പണിയും ഞാൻ ഇവിടെ എടുക്കണില്ല. ചോറുണ്ടാക്കലും കൂട്ടാൻ വെക്കലും അടിച്ചാലും തുടയ്ക്കലും തിരുമ്പലും എന്തൊക്കെ പണി. എന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒരു പണി എനിക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് തരുന്നുണ്ടല്ലോ. എന്നിട്ടിപ്പോൾ ഞാൻ കുടിക്കാൻ വെള്ളം തന്നില്ല. നേരത്തെ അല്ലേ നിങ്ങൾക്ക് ജ്യൂസും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ബൂസ്റ്റും കൊണ്ടുപോയി തന്നില്ലേ. എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾ. ഇതാ കുടിച്ചോളി. ഇതിൽ പാല് കുറവാണല്ലോ. കുറച്ച് വെള്ളം ചൂടുവെള്ളം പറഞ്ഞു തോന്നുന്നുണ്ട് ഇല്ലേ? നേരത്തെ അത്ര കട്ടിയൊന്നും ഇപ്പം ഇനിയില്ല. എന്നാൽ എനിക്ക് വേണ്ട. കൊണ്ടുപോയിക്കോ. എന്തോ ഒരു ചൂടുവെള്ളം മാറുന്ന മാതിരി തോന്നുന്നുണ്ട്. എല്ലാം കൊണ്ട് കൊണ്ടാ ഞാൻ തന്നെ കുടിച്ചോളാം. ഇനിയിപ്പോൾ അത് ഇജ്ജ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ആക്കണ്ടല്ലോ. വെറുതെ ചിന്തിക്കാണ്ടല്ലോ. ഞാൻ തന്നെ കുടിച്ചോളാം. ഇതിൻ്റെ ആ ഗുളികൻ്റെ ആ പെട്ടി കൊണ്ട് എടുത്തുകൂടെ ഒന്ന്. പാലും പോലത്തെ ബൂസ്റ്റും ഇല്ല. ഇത് കലക്കിയ ദിവസം ഒരു 2 ഗുളികയുണ്ട് കുടിക്കാൻ. അതാണ്ട് കുടിച്ചാട്ടെ. ഞാൻ പിന്നെ അപ്പണി അവിടെ കഴിഞ്ഞല്ലോ. കഞ്ഞി ചീരക കഞ്ഞിയെല്ലാം ഉണ്ടാക്കിയത്. അതിൽ ലേസം വെളുപ്പിയാണ് വെക്കുക. ലേസം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി വെക്കുക. ലേസം ചമ്മന്തി ഉണ്ടാക്കി. എനിക്ക് ചമ്മന്തി നല്ല ഇഷ്ടമാണ്. ലേസം ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കൂട്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഓളെ മോന്തെല്ലാം കൂടി ഇട്ടാറാക്കി വെക്കുക.
എൻ്റെ മോൾ എന്തോ ഒരു സ്നേഹത്തിലാണ് എന്നോട് വർത്താനം പറയുക. ഇത് എപ്പോൾ നോക്കിയാലും മുഖം കനപ്പിച്ച് ഇങ്ങനെ കുത്തിരിക്കും. ആരോടോ ഉള്ള ദേഷ്യം. എന്നാലും അപ്പം അമ്പറന്നോളം ഒരക്ഷരം മുണ്ടൂല്ല. കണ്ണിലേക്ക് നോക്കുകയുള്ളൂ, ഒന്നും മുണ്ടൂല. അതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, മിണ്ടാത്തതിൻ്റെ അർത്ഥമൊക്കെ. മിണ്ടാതെ കണ്ണിലേക്ക് നോക്കണതിന് എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടാവും. ഇൻ്റേതുണ്ട് തിരുമ്പി കൊണ്ടുപോയിട്ടിരിക്കണം. അതൊന്ന് മടക്കി അൾമാറിലേക്ക് വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലേ. എത്ര ഉണ്ട് തിരുമ്പി കൊണ്ടുപോയിട്ടിരിക്കണത്. അതൊന്ന് മടക്കിയിട്ട് അൾമാറിലേക്ക് കണ്ട് വെച്ചാൽ ഞാൻ ഇപ്പം ഇനി മടക്കി വെക്കണോ? അതുകൊണ്ട് മടക്കിൻ്റെ അൾമാറിലേക്ക് കണ്ട് വെച്ചുകൂടെ എനിക്ക്? എന്താണ് എല്ലാം എന്നോട് പറയണോ? സ്വന്തം ഇഷ്ടം കണ്ടറിഞ്ഞിട്ട് ചെയ്യാനുള്ള പണി എനിക്ക് അറിയൂലല്ലേ. ആന്നേ, ഇതാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്. ഇപ്പം നോക്കിയാലും പറയണ്ട. ഈ കുറേ നേരം ഇപ്പോൾ ഫോണിൽ വർത്താനം പറഞ്ഞു തിരിഞ്ഞല്ലോ. എന്താ അത്ര എനിക്ക് എൻ്റെ അമ്മനോട് ഇപ്പോൾ പറയാൻ? എൻ്റെ കുറ്റും കുറവും പറഞ്ഞിരിക്കുക എനിക്ക് അറിയിട്ട് ചോദിക്കാൻ ഞാൻ. ആന്നേ, കുറ്റും കുറവൊന്നും അങ്ങനെ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ എനിക്കൊരു കുറവുള്ളത്? നല്ലോണം വെച്ചുണ്ടാക്കിയാൽ നല്ലോണം തിന്നണില്ലേ ഈ ഇവിടുന്ന്? പിന്നെ ഇങ്ങനെ ഒരു സുഖം ഏത് പോരാലാ ഉള്ളത്? എൻ്റെ മോന് പാവാണ്. എന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ പുരയിലേക്ക് അങ്ങോട്ട് പൊയ്ക്കോ ഇവിടെ നിൽക്കണ്ടാന്ന്. ആവിടെ പറഞ്ഞിട്ട് നിൽക്കണില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു ഉള്ള പണിയൊക്കെ എടുത്ത് ഇവിടെ കുടിക്കോ. എനിക്ക് ഈ ഇവിടെ നിന്നോളണം എനിക്ക് ഒരു നിർബന്ധമില്ല. എനിക്ക് അങ്ങോട്ട് പൊയ്ക്കൂടെ? എന്നെ പാരം പിടിച്ച് വെച്ചിരിക്കണേ ഇവിടെ. ഈ പോയിട്ട് വേണം എൻ്റെ മോള് വരാനെന്ന് ഞാനിവിടെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കണേ. ഈ കേൾക്കാൻ എൻ്റെ കുറ്റ കുട്ടികളെയായിട്ട്. ഈ ഒരു കാര്യം ചെയ്യ്, ഈ പോവുകയാണെങ്കിൽ പൊയ്ക്കോ. മക്കൾ ഇവിടെ പഠിച്ചോട്ടെ, മക്കൾ ഇവിടെ നിന്നോട്ടെ. ഓല് 3 ആൾ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ അങ്ങോട്ട് വന്നോളൂ. എപ്പോഴെങ്കിലൊക്കെ ഈ ഒന്ന് വന്ന് പോയും ചെയ്തോ. ഈ പൊയ്ക്കോ എൻ്റെ അമ്മനെ വിളിച്ചിട്ട്. കുട്ടികൾ ഇവിടെ നിന്നോട്ടെ. എന്താ എൻ്റെ അഭിപ്രായം? ഓന് കുട്ടികളെ നോക്കിക്കോളൂ. ഈ അങ്ങോട്ട് പോയിക്കോ എൻ്റെ പുരയിലേക്ക്. അല്ലെങ്കിൽ 2 ആളെ ഈ കൊണ്ടേക്കോ. ഒന്ന് ഇവിടെ നിന്നോട്ടെ. ഓന് ഇവിടെ നല്ലോണം നിന്നോളൂ. ഈ മറ്റോ 2 ആളെയും കൊണ്ട് പൊയ്ക്കോ. എന്താ എൻ്റെ അഭിപ്രായം? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേ. ഈ ഇങ്ങനെ മുണ്ടാതെ മൂടിക്കെട്ടി കുത്തിരിഞ്ഞിട്ട് എന്താ കാര്യമോ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ എനിക്ക്? ഞാൻ പോവാനോ? മക്കളിവിടെ വെക്കാനോ? അതെങ്ങനാ? എൻ്റെ മക്കൾ എൻ്റെ കൂടെ വേണ്ടേ? വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മ ചോദിക്കൂലേ മക്കളെവിടെയെന്ന്? അപ്പം മക്കളവിടെ നിർത്തി പോവാനോ? പിന്നെന്താ പറഞ്ഞ ഒരാളിവിടെ നിന്നോട്ടെ 2 ആളെ കൊണ്ടുപോവാനോ? അതെന്താ അങ്ങനെ? എൻ്റെ മക്കളിവിടെ നിൽക്കണ്ട. ഞാനിവിടെ നിൽക്കുകയാണ്. എൻ്റെ മക്കളും എൻ്റെ കൂടെ ഉണ്ടാവണം. മക്കളവിടെ നിർത്തിയിട്ട് എന്നെ പറഞ്ഞയക്കണ്ട. ഞാനും ഇവിടെ നിന്നോളമ്മ. അതല്ലേ നല്ലത്. എന്തിനാ എന്നോട് പോവാൻ പറയണത് നിങ്ങൾ? ഞാനിവിടെ ഉണ്ടാവും. എന്നെ പറഞ്ഞയക്കണ്ട. ഞാനിവിടെ നിന്നോട്ടെ. എൻ്റെ മക്കളാണ് എനിക്കൊരു സമാധാനമില്ല. എൻ്റെ മക്കളും എൻ്റെ കൂടെ വേണ്ടേ? ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കൾ എവിടെയെന്ന് ചോദിക്കൂല എൻ്റെ അമ്മ? എന്നെ ഇവിടുന്ന് എന്തിനാ പറഞ്ഞയക്കണത്? ഞാൻ ഇവിടെ നിന്നോളാം. നിങ്ങളെ മോനോട് പറയും എന്നെ കൊണ്ടുപോവണ്ട, ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നൊന്ന് നിങ്ങൾ മോനോട് ചോദിച്ചു നോക്കി. എൻ്റെ മോൻ പറഞ്ഞിരിക്കണ എന്നോട് ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞിരിക്കണേ. മക്കളെയും കൊണ്ട് പോയിക്കോളൂ. ഒരാൾ ഇവിടെ നിന്നോട്ടെ, 2 ആളെയും കൊണ്ട് പോയിക്കോളാനാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? എന്നാൽ ഞാൻ പൊയ്ക്കോളാം. വിഷമമൊന്നുമില്ല. മക്കളെ 3 ആളായിട്ട് ഞാൻ പോട്ടെ. പോവുണ്ടെങ്കിൽ എൻ്റെ 3 മക്കളെയും കൊണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഒരാളവിടെ നിർത്തി തന്നിട്ടൊന്നും ഞാൻ പോവില്ല. ഉമ്മ പറഞ്ഞാളി മോനോട് കേട്ടോ.